സർക്കസ് നമുക്കെന്നും കൗതുകമാണ്, അത്ഭുതമാണ്. ആ കൂടാരത്തിനുള്ളിൽ, ആ തമ്പിനുള്ളിൽ എന്തു നടക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു ആളുകൾ എന്നറിയാൻ നമുക്കൊരു കൗതുകമുണ്ട്. 30 വർഷക്കാലം സർക്കസ് കൂടാരങ്ങളിൽ ജീവിച്ച, സർക്കസ് കലാകാരനായി ജീവിച്ച, വിവിധ കമ്പനികളിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ഇന്ന് നമ്മോടൊപ്പം. ചെങ്ങന്നൂരുകാരൻ ശ്രീ ഷാജി. അദ്ദേഹത്തിൻ്റെ ദീർഘമായ സർക്കസ് കാലഘട്ടത്തിൻ്റെ കഥകൾ, ചരിത്രം നമ്മളോട് പറയാനെത്തിയിരിക്കുകയാണ്. സ്വാഗതം. നമസ്കാരം. എത്ര വയസ്സിലാണ് ആദ്യമായിട്ടൊരു സർക്കസ് കാണുന്നത്? ഞാൻ സർക്കസ് കണ്ടിട്ടില്ല. സർക്കസ് കാണാതെയാണ് സർക്കസുകാരനായി മാറുന്നത്. അപ്പോൾ ഈ സർക്കസ് എന്ന് പറയുന്ന കലാരൂപം എങ്ങനെയാണെന്ന് അറിയാതെ എങ്ങനെയാണ്? ഒരു അറിവില്ലായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ സർക്കസിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഒരു ചെറിയ കുടുംബം. എൻ്റെ അമ്മ, അച്ഛൻ, 5 മക്കൾ. ഞങ്ങൾ ഏറ്റവും ഇളയതാണ് ഞാൻ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ മോശമായി. അങ്ങനെ ആണ് നമ്മുടെ അന്ന് സർക്കസിൻ്റെ ഏജൻറ്റുമാരുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് ചെങ്ങന്നൂർ. അപ്പോൾ അവരുടെ കെയർ ഓഫിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് ന്യൂ ഗ്രാൻഡ് സർക്കസ്. അന്ന് വീട്ടിലേക്ക് വന്നോ ഇവർ? വീട്ടിലോട്ട് വന്നു. ഇങ്ങനെ സർക്കസിൽ ചേരാൻ താല്പര്യമുണ്ടോ, അല്ലെ ഇവനെ വീട് നല്ലൊരു ആർട്ടിസ്റ്റ് ആവും, പട്ടിണി കിടക്കുന്നതിനും ഭേദം അത് തന്നെയല്ലേ എന്ന്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ അങ്ങനെ തന്നെ പോകേണ്ടി വന്നു. വീട്ടിലൊന്നും ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? വീട്ടിൽ എൻ്റെ സഹോദരിമാരുണ്ടായിരുന്നു. അവരെല്ലാം പഠിക്കാൻ വിടുകാരായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സഹോദരന്മാരില്ലായിരുന്നു? 4 ചേച്ചിമാർ. 4 ചേച്ചിമാർ, നമ്മളൊരു സഹോദരൻ മാത്രം. പിന്നെ അമ്മയും. വീട്ടിലെ വരുമാനം എന്തായിരുന്നു അന്ന്? വീട്ടിലെ വരുമാനം അച്ഛൻ്റെ വരുമാനമായിരുന്നു. അത് നിന്നോട് പിന്നെ അമ്മ പിന്നെ വീട്ടു ജോലിക്കായിട്ട് പലയിടത്ത് പോകേണ്ടി വന്നു. അപ്പോൾ എത്ര പ്രായമുണ്ട് ആ സമയത്ത്? അന്നേരം ഞാൻ 7 കയറിയതേ ഉള്ളൂ, പൂർത്തിയായിട്ടില്ല. ആ സമയത്താണ് നിൽക്കുന്നത്. അന്നേരം ഒരു 12 വയസ്സ് തുടങ്ങിയെന്ന് വിചാരിക്കാം. അപ്പം ഈ ന്യൂ ഗ്രാൻഡ് സർക്കസിലേക്കാണ് ചേരുന്നത്. അന്ന് സർക്കസ് എവിടെയായിരുന്നു? അന്ന് ബാംഗ്ലൂരിൽ. അപ്പം വീട്ടിൽ നിന്ന് ചെങ്ങന്നൂരിൽ നിന്ന് പിന്നെ നേരെ ബാംഗ്ലൂർക്കാണ് പോകുന്നത്? ബാംഗ്ലൂർക്കാണ് പോകുന്നത്. ഈ ഏജന്റിന്റെ കൂടെ അങ്ങ് പോവാണ്? അതെ. അത് ശരി. അപ്പോൾ ഈ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ ഒരു സർക്കസിന്റെ ഒരു ലോകം നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു ലോകമല്ലേ? ഇല്ല. സർക്കസ് പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് ആ കൂടാരവും ആ തമ്പും അവിടുത്തെ ടെന്റുകളും അവിടുത്തെ ജീവിതവും ഒക്കെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരിക്കുമല്ലോ. അതെ, വളരെ അത്ഭുതം തോന്നി, രസകരമായിട്ട് തോന്നി. കാരണം ഇഷ്ടംപോലെ മൃഗങ്ങൾ, നമുക്ക് കാണാൻ സാധിക്കാത്ത മൃഗങ്ങൾ ഇഷ്ടം പോലെ. അതിൽ നിന്ന് കുറച്ച് ഒരു ഇൻട്രസ്റ്റും തോന്നിയിട്ടുണ്ട് ആ ചെറുപ്പകാലത്ത്. ഈ തമ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം ഞെട്ടിച്ചൊരു അനുഭവം എന്തായിരുന്നു? ഞെട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇങ്ങേപ്പുറത്ത് 13 ആന, ഇങ്ങേപ്പുറത്ത് 20 കുതിര. അപ്പം തന്നെ ഒരു കാഴ്ചബംഗ്ലാവിൽ പോകുന്ന ഫീലിംഗ് അങ്ങനെയാണ്. ഈ ചെന്ന് കയറിപ്പോഴേ ആരാണ് അവിടെ നമ്മളെ ഈ പരിശീലനത്തിലേക്ക് അല്ലെങ്കിൽ ആ തമ്പിലേക്ക് നമ്മളെ സ്വീകരിക്കുന്നത്? അവിടുത്തെ മാനേജരും കാര്യങ്ങളെല്ലാവരും ഉണ്ട്. എങ്ങനെയായിരുന്നു നമ്മളോട് ആദ്യത്തെ ഒരു വിശദീകരണം തന്നത്? ആദ്യം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ നേരെ കമ്പനി ടെൻ്റ് ഉണ്ട്, കമ്പനി കുട്ടികളുടെ ടെൻ്റ്, അതായത് ലേഡീസിൻ്റെ. അങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുക. അന്ന് ഞാൻ ചെറുതായതുകൊണ്ട് മുതലാളി പറഞ്ഞ് ഇവനെ ഇവിടെ തന്നെ നിർത്തിയാൽ മതി, ബാച്ചിലേഴ്സ് ആരടുത്തും വിടണ്ടെന്ന്. അപ്പോൾ നമ്മൾ പിന്നെ അവരുടെ പ്രാക്ടീസിലാണ് നമ്മൾ. അതായത് ഞാൻ കമ്പനി ബോയ്സ് ആണ്. അപ്പോൾ വേറെ എത്ര ബോയ്സ് അങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ വേറെ 2-3 നേപ്പാളി കുട്ടികളുണ്ടായിരുന്നു. ബാക്കിയെല്ലാം പെൺപിള്ളേർ. അതും കൊച്ചുകുട്ടികളാണോ? അല്ല, കൊച്ചു മുതൽ വലിയവർ മുതൽ, അതായത് എല്ലാം കൂടെ ഒരു 10-75 പെൺകുട്ടികൾ മാത്രം ഉണ്ടായിരുന്നു. അത് ശരി. ആൺകുട്ടികളെ സ്ത്രീകളുടെ കൂടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ക്യാമ്പിലേക്കാണ് വിട്ടത്? അതായത് അന്ന് ഞാൻ ചെറുതായ കൊച്ചുകുട്ടികളെ. കുറച്ച് മുതിർന്നു കഴിഞ്ഞ് ഒരു 14-15 വയസ്സായപ്പോഴത്തേക്കിനും എന്നെ വേറെ ടെന്റിലേക്ക് മാറ്റി. അങ്ങനെയാണ്. അപ്പം ബാംഗ്ലൂർ ചെന്ന് ഈ ടെന്റിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്ന ജോലി എന്താ? ആദ്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്. ആദ്യം പുഷപ്പ്, ജമ്പിങ്, എക്സസൈസ്, ബോഡി ഫിറ്റ്നസ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് പരിശീലകരുണ്ടോ, അതോ ഈ സർക്കസിലെ കളിക്കാർ തന്നെയാണോ പരിശീലിപ്പിക്കുന്നത്? കളിക്കാരുടെ ഹെൽപ്പ് വേണം. പിന്നെ കോച്ചറുണ്ട്, അതിൻ്റെ ഗുരുക്കന്മാരുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഫിറ്റ്നസ് ആയി കഴിഞ്ഞതിന് ശേഷമേ ഊഞ്ഞാലിലെല്ലാം പതുക്കെ കയറ്റുള്ളൂ. അപ്പോൾ ഇത് ഏത് സമയത്താണ് ഈ പരിശീലനം നടക്കുന്നത്? രാവിലെ 5 മണി മുതൽ ഒരു 11 മണി വരെ. അതായത് ആ സമയത്ത് സർക്കസ് ഇല്ല? 1 മണിക്കാണ് സർക്കസ് തുടങ്ങുന്നത്. അപ്പം 11 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് പരിശീലനമാണ്. അത് എത്ര കാലം ഈ എക്സസൈസും പരിശീലനവും മുമ്പോട്ട് പോയി? ഈ ശരീരമെല്ലാം നല്ല ഫിറ്റ്നസ് ആയി കഴിഞ്ഞാൽ ഊഞ്ഞാലിൽ പ്രാക്ടീസ്. അപ്പോൾ ഊഞ്ഞാൽ കളിക്കുമ്പോൾ ഈ കയ്യിലെ തഴമ്പുകൾ കംപ്ലീറ്റ് വരണം, പൊട്ടും ചോരയൊലിക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിലത്താണ് ആദ്യം പ്രാക്ടീസ്.
ബാറ് കെട്ടിയിട്ട് ഊഞ്ഞാലാടുന്ന നിലത്താണ്. അത് കഴിഞ്ഞ് ഒന്ന് ശരിയായെന്നുണ്ടെങ്കിൽ മാത്രമേ നെറ്റിട്ട് മേളിൽ കയറ്റുള്ളൂ. അത് നിനക്ക് എത്ര സമയം എടുക്കും ഈ നെറ്റിട്ട് മുകളിലേക്ക് കയറാൻ? നെറ്റിട്ട് മേളിലേക്ക് കയറാൻ എങ്ങനെയാണെങ്കിലും ഒരു 5-8 മാസമെങ്കിലും എടുക്കും. 5 മാസം കൊണ്ട് സാധിക്കുമോ? സാധിക്കും എന്ന് പറഞ്ഞാൽ നിലത്ത് ഓൾറെഡി ഫിറ്റ് ആണല്ലോ. പിന്നെ മേളിൽ എന്താന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, അതായത് ഹൈറ്റ്, പേടി, അതെല്ലാം ഒന്ന് മാറിക്കിട്ടണം. പിന്നെ അത് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി മെക്കാനിക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കേബിൾ ഇട്ടിട്ടാണ്. ഷോയ്ക്ക് മാത്രമേ ഉള്ളൂ കേബിൾ ഇല്ലാത്ത. അപ്പോൾ പുതിയതായതുകൊണ്ട് എന്തായാലും നമ്മൾ വീഴും. ഒന്ന് ഹൈറ്റ്, ആ പേടിയുണ്ടല്ലോ മനസ്സിൽ. ഈ നെറ്റയിലേക്കൊക്കെ ആദ്യം വീണപ്പോൾ ഒന്ന് പേടിച്ചോ? ആദ്യം വീണപ്പോൾ പേടിച്ചു എന്ന് മാത്രമല്ല, നെറ്റയിൽ വീഴാനായിട്ട് ഒരു പ്രത്യേക പരിശീലനമുണ്ട്. നമ്മൾ എങ്ങനെ വീണാലും പെടലിയിൽ വന്ന് വീഴാൻ പാടില്ല. ഈ സ്പൈനൽ കോഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പാരലൈസ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് വീഴാൻ അതിൽ ഡൈവിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ സമ്മർസോൾട്ട് ചെയ്യുന്ന പോലെ ചെയ്യിപ്പിക്കും. അന്തരീക്ഷത്തിൽ കറങ്ങാൻ പഠിക്കണം, എല്ലാം പഠിപ്പിക്കും അല്ലേ? അപ്പൊ കറങ്ങിയിട്ട് നിലത്ത് വന്ന് എങ്ങനെയായിരിക്കും നെറ്റെ വീഴുക? നെറ്റെ കിടന്നിട്ട് വേണം വീഴാൻ. അതായത് നടുവാണോ ചെന്ന് വീഴുക? നടുവാണ് വീഴേണ്ടത്. ഹെഡ് എപ്പോഴും കുറച്ച് പൊങ്ങി നിൽക്കണം. എങ്ങനെ വീണാലും ഹെഡ് പൊങ്ങി നിൽക്കണം അല്പം. അപ്പൊ അത് ചെന്ന് വീണിട്ട് പിന്നെ 1-2 തവണ ബൗൺസ് ചെയ്യും. ആ നെറ്റ് ഒന്ന് വലിച്ച് എറിയും. അതങ്ങനെ താഴോട്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് പരിക്കുകളൊന്നും പറ്റാത്തത്. ഈ പരിശീലനമൊക്കെ കഴിഞ്ഞ് എത്ര വർഷം കൊണ്ട് നമ്മൾ ഷോയ്ക്ക് പങ്കെടുക്കാനാവും? ഞാനൊരു 2 വർഷം കഴിഞ്ഞപ്പോൾ 2 വർഷം പരിശീലനം ഉണ്ടായിരുന്നു. അത് ചെറിയ ഐറ്റം ആദ്യം മുതൽ. ഊഞ്ഞാലില് പല കാറ്റഗറി ഉണ്ട്. ചെറിയ ഐറ്റം, അത് കുറച്ച് വലിയ ഐറ്റം. ഊഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ട്രിപ്പീസ് അല്ലേ? ഫ്ലൈങ് ട്രിപ്പീസ്. അപ്പോൾ ഇതിനകത്തെ ഊഞ്ഞാൽ ആടുക എന്നുള്ളതല്ലല്ലോ, ഇതിനേക്കാൾ പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ ആടി വരുന്ന ഒരാൾക്ക് കൈ കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളുടെ കയ്യിലേക്ക് ചെന്ന് പിടിക്കുക, ആ ലക്ഷ്യം ഉന്നം അല്ലേ? ടൈമിങ്. ഈ ടൈമിങ് എങ്ങനെയാണ് ഈ ട്രിപ്പീസിനകത്ത് നിങ്ങൾ പാലിക്കുന്നത്? പുറത്തുനിന്ന് നോക്കും, അത് ഈ ബാൻഡിന്റെ ശബ്ദത്തിൽ നിന്നാണോ അതോ എങ്ങനെയാണ് നിങ്ങൾ? ക്യാച്ചർ എന്ന് പറഞ്ഞ ആള് തലകീഴായിട്ടാണല്ലോ കിടക്കുന്നത്. അതെ. പുള്ളി ഓരോ ടൈം, അതായത് ഓരോ ഐറ്റത്തിനും ഓരോ ടൈമിങ്. ഫ്രണ്ടിൽ വന്ന് ടൈമിംഗ് ആണെങ്കിൽ പുള്ളി മുമ്പിൽ വന്നിട്ട് ക്ലാപ്പ് തരും. ബാക്കിലാണെങ്കിൽ ബാക്കിൽ നിന്ന് ക്യാപ്പ്. അപ്പൊ അതിനനുസരിച്ച് പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം പുള്ളി ക്ലാപ്പ് തന്നില്ലെങ്കിലും ഞങ്ങൾ ഇറങ്ങും. സ്ഥിരം പരിശീലനം ചെയ്യും. പരിശീലന കാലത്തെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഈ പരിശീലനം 11 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത ജോലി? ആ ദിവസങ്ങൾ പിന്നെ കുളിക്കുക, പിന്നെ അടുത്ത ഷോയ്ക്ക് പോകാന്നുള്ളത്. ഷോ കാണുക, കണ്ടോണ്ടിരിക്കുക എന്നുള്ളത്. അവിടെ എന്തെങ്കിലും ജോലി നിങ്ങൾക്ക് വേറെ ഉണ്ട് ആ സമയത്ത്? പിന്നെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ചേച്ചിമാരെ അവര് പറയും ഒരു ചായ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു, ഒരു ചായ കൊണ്ടു കൊടുക്കുക. അവരെല്ലാം മേക്കപ്പിലായിരിക്കും. ഷോയിൽ കലാകാരനായി മാറുന്നത് വരെ ഇങ്ങനെയൊക്കെ ഈ പരിശീലനവും 11 മണി വരെയുള്ള പരിശീലനവും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇത് മറ്റ് ആളുകളെ ചെറിയ തോതിൽ സഹായിക്കുകയൊക്കെ ആയിട്ടാണ് പോയത്. അതെ. മറ്റ് വേറെ ജോലി എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ അവിടെ? എന്നോട് പറഞ്ഞു, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിനക്ക് ബോറാവും, കുറച്ച് ക്ലൗണായിട്ട് നീ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അതിന്റെ ഡ്രസ്സും തന്നു, കുറച്ച് ക്ലൗൺ എല്ലാം വരച്ച് മറ്റുള്ളവരുടെ കൂടെ പോയി നടക്കുമ്പോ കുള്ളന്മാരുടെ കൂടെ പോയി അങ്ങനെ ടൈം പാസ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. ബാക്കിയുള്ളവരും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഈ മറ്റെന്തെങ്കിലും ഇതിൻ്റെ മാനേജ് ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും ഇൻവോൾവ് ആവും? ഉദാഹരണത്തിന് അവിടുത്തെ ഈ ടെന്റ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി അവിടുത്തെ കമ്പനി ബോയ്സ് ആണല്ലോ, എവിടെ വേണേലും എനിക്ക് കൈവെക്കാം, ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അവരെല്ലാം ജോലി ചെയ്യുമ്പോൾ കുറച്ച് ചായ വേണേൽ കൊടുക്കാം, വെള്ളം കൊണ്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ. നിങ്ങൾ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി സഹകരിക്കുന്നവരെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നവരെല്ലാം. അപ്പോൾ ഇത് ഒരു സ്ഥലത്തു നിന്ന് ഒരു ടെന്റ് അഴിച്ച് വേറെ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് അഴിക്കാനൊക്കെ നിങ്ങൾ സഹായിക്കേണ്ടതുണ്ടോ? കട്ടിപ്പണിയൊന്നും വേണ്ട. അതിനെല്ലാം മടക്കിയിടുക, അത്രയൊക്കെ ഉള്ളൂ. ഈ ടെന്റിൽ മൊത്തത്തിലൊരു ഒരു കമ്പനിയിൽ എത്ര കലാകാരന്മാരും ടെക്നീഷ്യന്മാരും എല്ലാം ആയിട്ട് എത്ര പേരുണ്ടാവും? കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 പേരെങ്കിലും കാണും. അപ്പോൾ ആ കലാകാരന്മാർ ഫ്ലൈങ് ട്രിപ്പീസ് മാത്രമല്ല, ചിലർ സൈക്കിളിസ്റ്റ് കാണും, ചിലർ ജഗലർ കാണും, ഫയർ ഡാൻസ് കാണും, സൈക്കിളുകാർ കാണും, അങ്ങനെ പല ഐറ്റം. 30 പേരേ ഉള്ളൂ? 30. നമ്മൾ ആദ്യം പറഞ്ഞത് ഈ പെൺകുട്ടികൾ തന്നെ 10-70 പേരുണ്ട്, 75 പേരുണ്ട്. അപ്പൊ ഈ ആർട്ടിസ്റ്റ് ആൺകുട്ടികൾ ഒരു 30 പേര്, അത്രയൊക്കെ കാണുള്ളൂ. അല്ല, ഈ ഞാൻ ചോദിക്കുന്നത് ഈ ടെന്റിൽ മൊത്തം എത്ര പേരുണ്ടാവുന്ന ഈ സർക്കസിന്റെ ഒരു ഗ്രൂപ്പില്? ഈ സർക്കസിന്റെ ഗ്രൂപ്പിൽ ഈ 100-250 പേരുണ്ടെങ്കിലും അധികവും ബാച്ചിലർക്ക് ലോഡ്ജ് ആയിരിക്കും. ഇവരെല്ലാം പുറത്തായിരിക്കും താമസിക്കുന്നത്. ഷോയുടെ സമയത്ത് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഒരു 100-100 പേര് പുറത്തെ ലോഡ്ജിൽ താമസിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ ടെന്റുകളിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുന്നത്, തമ്പും ടെന്റും, ചെറിയ റൗട്ടികൾ, ഈ റൗട്ടികളിൽ താമസിക്കുന്ന സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ? അത് ഫാമിലി ഉണ്ട്, ആർട്ടിസ്റ്റുകൾ, പിന്നെ ലേബർ ഉണ്ട്, പിന്നെ ഓഫീസ് സ്റ്റാഫ് എല്ലാം അധികം
ലോഡ്ജിലായിരിക്കും താമസിക്കുക. അപ്പോൾ ലോഡ്ജ് തന്നെ കുറെ മുറികൾ എടുക്കേണ്ടി വരുമല്ലോ? ഉണ്ട്. ഒരു സർക്കസുകാർ വന്നു കഴിഞ്ഞാൽ ഒരു 10, 50, 60 റൂംസ് ഒക്കെ എടുക്കേണ്ടി വരും. ആ ലോഡ്ജിലായിരിക്കും കൂടുതൽ കലാകാരന്മാർ. സ്ത്രീകളും അത്തരം ലോഡ്ജുകളിലേക്ക് പോകും. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചില ഫാമിലി ഓരോ എഗ്രിമെന്റ് ഉണ്ടല്ലോ, ഡിമാൻഡ് എനിക്ക് ലോഡ്ജ് മതി. പക്ഷെ അധികം ഫാമിലികൾ ഈ വരുന്നതും പ്രത്യേകിച്ച് നമ്മുടെ ഇവിടൊക്കെ അത് സേഫാണ്. പക്ഷെ UP ബീഹാറിലൊക്കെ ആണെങ്കിൽ അവർ മടിക്കും ലോഡ്ജിൽ താമസിക്കാൻ. അത് ടെന്റിൽ തന്നെ ആയിരിക്കും എല്ലാവരും താമസിക്കുക. ഫാമിലിക്കും ടെന്റ് കൊടുക്കാറുണ്ടോ? ഫാമിലിക്ക് ടെന്റ് കൊടുക്കാറുള്ളത്. സിംഗിൾ ആയിട്ടുള്ളവർക്ക് കൂടുതൽ ലോഡ്ജ്. അപ്പോൾ ഒരു റൂമിലേക്ക് രണ്ട് പേര് അങ്ങനെ പോകും. അപ്പോൾ ഈ വൈകിട്ടത്തെ കളി കഴിഞ്ഞിട്ട് ഇവര് തിരിച്ച് ലോഡ്ജിലേക്ക് പോവുക ചെയ്യുന്നത്? ബാച്ചലേഴ്സ് എല്ലാം ഭക്ഷണം കഴിച്ചിട്ട്, അപ്പോൾ ഭക്ഷണം ഉണ്ടല്ലോ, ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അവരങ്ങ് പോകും. അപ്പോൾ രാവിലത്തെ ഭക്ഷണം എങ്ങനെ ഇവരുടെ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇവർ രാവിലെ തന്നെ വന്ന് കഴിച്ചിട്ട് പോകുക? ഈ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കഴിക്കുക. രാവിലെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരും. അന്നൊക്കെ ഇത് ഏത് വർഷമാണ് ഈ സർക്കസിലേക്ക് പോകുന്നത്? ഞാൻ 1977 തോന്നുന്നു. 77. പിന്നെ 30 വർഷം ഉണ്ടായിരുന്നല്ലേ അവിടെ? നമ്മളെ ഈ വിദ്യ പഠിപ്പിച്ചതിൽ അതിൽ ട്രിപ്പീസ് ആയിരുന്നു പ്രധാനം അല്ലേ? ആദ്യം തുടങ്ങുന്നത് അതിലായിരുന്നു. വേറെ എന്തൊക്കെ അഭ്യാസങ്ങൾ നമ്മൾ പഠിച്ചു? വേറെ ജഗ്ലിംഗ് എന്ന് പറയുന്നത്, അമ്മാനാടുക, അതറിയാം നന്നായിട്ട്. ഇപ്പോഴൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പോൾ അത് നിൽക്കത്തില്ല, നമ്മളത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ജയിലിംഗ്, അല്ലെങ്കിൽ കൈ വഴങ്ങത്തില്ല. അപ്പൊ ഈ ക്ലബ് എന്നല്ലേ അതിന് പറയുന്നത്? എത്ര ക്ലബ്ബ് വരെ ഒരേ സമയം? 4 ഇങ്ങനെ ചാടുക, ബോൾ ചാടുക, വലിയ ഫുട്ബോൾ ചാടുക. അപ്പൊ ഈ ജഗ്ലിങ്ങിനൊപ്പം ചില അഭ്യാസങ്ങൾ, ചിലർ സൈക്കിളിൽ ഇരുന്നുകൊണ്ട് കാണിക്കും, ചിലർ ചരടയിൽ കെട്ടി കയറിൽ നിന്നുകൊണ്ട് കാണിക്കും. അതെല്ലാരും ചെയ്യും, ഓരോ ഐറ്റത്തിന് അത് ഇടും. പക്ഷെ ഈ ജഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ അത് കുറെ ഐറ്റംസ് ഉണ്ടാവും. ഇത് തൊപ്പി, പല തൊപ്പി ഇങ്ങനെ അതിലെന്തായിരുന്നു നമ്മൾ ചെയ്തോണ്ടിരുന്നത്? തൊപ്പി, ഗ്ലബ്സ്, റിങ്, ബോള്, ഇതെല്ലാം ചെയ്യുമായിരുന്നു. എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ഐറ്റം. പിന്നെ വേറെ ഏതായിരുന്നു ചെയ്തിരുന്നത്? ഇത് രണ്ടും ഫയർ ഡാൻസും ചെയ്യുമായിരുന്നു. ഫയർ ഡാൻസ് തനിച്ചായിരുന്നോ അതോ വേറെ? 2 പെമ്പിള്ളാരും ഉണ്ടാവും കൂടെ, അപ്പുറത്തും ഇപ്പുറത്തും ഡാൻസ് കളിക്കാൻ സപ്പോർട്ടിനായിട്ട്. കാരണം ഈ ഞാൻ തീയുടെ അകത്തൂടെ പോകുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ഉണ്ടാവും. ഈ ന്യൂ ഗ്രാൻഡ് സർക്കസിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? പിന്നെ ന്യൂ ഗ്രാൻഡിൽ ഒരു 3.5 വർഷം. അതായത് ഈ പരിശീലനം എല്ലാം കഴിഞ്ഞ് നമ്മൾ കളി തുടങ്ങിക്കഴിഞ്ഞ് 3.5 വർഷം കൂടെ അവിടെ ഉണ്ടായിരുന്നു? ടോട്ടൽ 3.5 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ 2 വർഷം കഴിഞ്ഞിട്ടല്ലേ കളി തുടങ്ങിയത്? അത് കഴിഞ്ഞ 1.5 വർഷം കൂടെ നിന്നു. അത് കഴിഞ്ഞ് ഈ പഠിക്കുന്നിടത്ത് സാലറി കിട്ടില്ലല്ലോ. സാലറി പൊതുവെ കുറവായിരിക്കും. അപ്പൊ പണി പഠിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും മാറണം. ഈ പഠിക്കുന്ന സമയത്ത് എന്തായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? സ്റ്റൈഫൻഡ് പോലെ വല്ലതും കിട്ടുമോ? സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ വല്ലപ്പോഴും വരുമ്പോൾ കൊടുക്കുമായിരിക്കും. അത് നമുക്ക് അറിയുന്നില്ല, എമൗണ്ട് എത്രയാന്ന് പോലും അറിയുന്നില്ല. അമ്മ കാണാൻ വരുമായിരുന്നോ? അമ്മ ഒരു പ്രാവശ്യം കണ്ട് വന്ന എനിക്ക് ഓർമ്മയുണ്ട്. അത്രേ ഉള്ളൂ. നമ്മുടെ ചെലവ് നടക്കുന്നു എന്ന് മാത്രമായിരിക്കും അമ്മയുടെ ആശ്വാസം അല്ലേ? അതെ. പിന്നെ അത് മാത്രമല്ല, ഭക്ഷണം, ഡ്രസ്സ്, പട്ടിണി. പക്ഷെ വീട്ടിലേക്കൊന്നും കൊടുക്കാനില്ലല്ലോ. പക്ഷേ വീട്ടിലേക്ക് ഒന്നും കൊടുക്കാനില്ല, അത് ശരിയാ. ആ സമയത്ത് ഈ 3.5 വർഷത്തിനിടയ്ക്ക് എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്? ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയി. നമ്മൾ ബാംഗ്ലൂരിലാണെന്നല്ലോ തുടങ്ങിയത്. അപ്പോൾ കർണാടകയിൽ തന്നെ കുറെ നാള് അവിടെ നിന്നു. പിന്നെ ആന്ധ്രയിൽ പോയി, പിന്നെ അങ്ങനെ പോയി ലാസ്റ്റ് നാഗാലാൻഡ് വരെ പോയി. പിന്നെ ആസാമിൽ പോയി. ആസാമിൽ ഒരു 3 ക്യാമ്പ് മാത്രം, സിൽച്ചർ, ഹൈലാകാന്തി, ഡിബ്രുഗഡ്, അങ്ങനെ 3 ക്യാമ്പ്. അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അത് നാഗാലാൻഡിലോട്ട് പോകുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഉപേക്ഷിച്ചു. ഏത് നാട്ടിലാണ് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് സ്വീകാര്യത, ആളുകൾ കാണാനും അത്ഭുതത്തോടെ വരുന്നത്? നമ്മുടെ ഈ ഷോ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റും എനർജിയും വരുന്നത് തമിഴ്നാട്ടിൽ. ബിസിലടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. നമ്മൾ ഈ തൊപ്പിയൊക്കെ എറിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, അവര് അത്രയ്ക്ക് പ്രോത്സാഹിപ്പിക്കും. അവിടെ കലാകാരന്മാരെ ഭയങ്കര അതിശയമാണ്. പക്ഷെ വേറെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇത്ര ഇത് കിട്ടത്തില്ല. ഇതിൽ ഏറ്റവും ബോറന്മാരെ എവിടെയുള്ള? കൈയടിക്കാൻ മടിയുള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ. അവിടെ നമുക്കൊരു മടുപ്പ് വരും അല്ലേ, കുറച്ച് കളിച്ച് കഴിയുമ്പോഴത്തേക്ക്? അതെ. ആൾക്കാരുടെ ഒരു പ്രോത്സാഹനം ഇല്ലെങ്കിൽ പിന്നെ സ്വതവേ എനിക്ക് തോന്നുന്നു സർക്കസുകാരോട് കുറച്ചൊരു അവജ്ഞയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഉള്ളൊരു മട്ടാണ്. പക്ഷേ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും പിടിക്കാനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു സഹോദരനെ പോലെ എല്ലാം ചെയ്യാനുള്ളത് നമ്മൾ പഞ്ചാബിലാണ്. അവർ ഒരു രക്ഷയില്ല. വീട്ടിൽ കൊണ്ട് ചപ്പാത്തി തരിക, അത് തരിക, പോകുമ്പോൾ ചപ്പാത്തി പാർസൽ ചെയ്ത് തരിക, അങ്ങനെയൊക്കെയാണ്. ഈ കിഴക്കോട്ട് പോകുമ്പോഴോ നാഗാലാൻഡ് ഭാഗത്തൊക്കെയോ? നാഗാലാൻഡ് ഭാഗത്ത് പോകുമ്പോൾ നാഗാലാൻഡ് ഒറ്റ ക്യാമ്പേ കളിച്ചിട്ടുള്ളൂ. കാരണം അവിടെ അത്രയ്ക്ക് ഡേഞ്ചറസ് സ്ഥലമാണ്. അവിടെ മിലിറ്ററിയാ, പോലീസിനെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതുപോലെ ഇവിടെ വന്ന് നിങ്ങളുടെ ക്യാമ്പിൽ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയോ ആൾക്കാർ? ഈ റിംഗ് മാസ്റ്റർ ലൈൻ്റെ അത് മറ്റേ നമ്മുടെ സിംഹത്തിൻ്റെ എല്ലാം പരിപാടി ചെയ്യുമ്പോൾ ആ റിംഗ് മാസ്റ്ററിനെ കണ്ടിട്ട് അവിടെ ബാക്കറ്റിൽ വന്നിട്ട് റിംഗ് മാസ്റ്ററോട് പറഞ്ഞ് അടുത്ത ഷോയ്ക്ക് ഞാൻ കയറട്ടെ എന്നാണ് ചോദിച്ചത്. പെൺകുട്ടികൾ 2 പേര് ജീൻസൊക്കെ ഇട്ടിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും.
കയറട്ടെ. അപ്പോൾ പറഞ്ഞ് വേണ്ട, എന്തിനു കയറാനേ, എന്തിനാ കയറുന്നത്? ഈ ഐറ്റം അടുത്ത് ഞാൻ ചെയ്യിപ്പിക്കട്ടെ, സിംഹത്തെ കൊണ്ട്. കാരണം അത്രയ്ക്ക് ധൈര്യമുള്ള പെൺകുട്ടികൾ, അസാധ്യത. അല്ല, വേറെ പ്രശ്നം ഉണ്ടാക്കാമല്ലോ? പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നില്ല. ഒരു ഞങ്ങളുടെ അവിടെ വന്ന ഒരു നമ്മുടെ റിംബോയ്സ് വളർത്തുന്ന ഒരു പട്ടിയുണ്ട്, ചെറുപ്പം പോലെ വളർത്തുന്ന, അവന് പൊന്നുപോലെ വളർത്തുന്ന. ചോദിച്ചു എനിക്ക് തരുമോന്ന് ചോദിച്ചു. അവരല്ല, വേറെ ഒരു ടീം. ക്രിസ്മസ് ഒക്കെ അടുക്കാറായി. തിന്നാനായിരിക്കും? തിന്നാനാണ്. അപ്പോൾ അയ്യോ ഇതില്ല, ഞാൻ ചെറുപ്പം പോലെ. പിറ്റേ ദിവസം പിന്നെ ചോദിച്ചു കൊടുത്തില്ല, പിറ്റേ ദിവസം കാണുന്നുമില്ല പട്ടിയെ. അതുകൊണ്ട് മേടിച്ചോണ്ട് പോയി. പട്ടിയെ കൊണ്ട് അവിടെ നടക്കാൻ പാടില്ല, ഒരു രക്ഷയില്ല. ഞാൻ ചന്തയിലൊന്ന് പോയി. ചന്തയിൽ പോയപ്പോൾ കോഴിക്ക് വില കുറവാണ്, പിന്നെ ആടിന് കുറച്ചുകൂടെ കൂടുതൽ, പിന്നെ പന്നിക്ക് ശകലം കൂടുതൽ. പിന്നെ അവിടെ മറ്റേ പട്ടിക്ക് അങ്ങോട്ട് അടുക്കാൻ പോയി വലിയ വിലയാണ്, ഭീകര വിലയാണ്. എല്ലാത്തിനും കെട്ടി ഇങ്ങനെ അത് വന്ന് ഇങ്ങനെ പിടിച്ച് പൊക്കി നോക്കിയിട്ട് ഇത്ര കിലോ ഉണ്ട്, അതിനനുസരിച്ച് റേറ്റ് പറഞ്ഞ് കൊണ്ടുപോകാം. അവിടെ പോയി ഒരു പട്ടി ബിസിനസ് തുടങ്ങിയാൽ നല്ലതായിരിക്കും. അല്ല, അത് അവരെ കുറച്ച് ഇങ്ങോട്ട് ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാർഡിലുള്ള പട്ടികളെല്ലാം തീർന്നേനെ. ഇതുവരെ ആർക്കും അങ്ങനെ ഒരു ബുദ്ധി തോന്നാത്ത? എന്താ ബുദ്ധി തോന്നത്തല്ല, എനിക്കറിയത്തില്ല. ഈ സ്റ്റുഡൻസ്, നാഗാലാൻഡിലെ സ്റ്റുഡൻസിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി, ആരോടും പറയേണ്ട, ഒന്നും ചെയ്യണ്ട. അവന്മാർക്ക് നല്ല വശമാണ്, അവരത് ചെയ്തോളൂ. കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ വീട്ടിൽ കിടക്കുന്ന പട്ടിയും കൂടെ കാണിയല്ലേ? അതെ അതെ അതെ. ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഈ ടെന്റില് ഈ സർക്കസ് തുടങ്ങുന്നിടം വരെ ഉച്ചവരെയാണല്ലോ ഫ്രീ ടൈം അല്ലേ? ആ സമയം പുറത്തേക്കൊക്കെ ഇറങ്ങി നാട്ടുകാരൊക്കെ ആയിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുമോ? തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങൾക്ക് ആർട്ടിസ്റ്റിന് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ കോട്ടയത്ത് കളിക്കുക, അടുത്തത് പോകുന്നത് എറണാകുളം. അപ്പൊ ഞങ്ങൾക്ക് ഈ ഷിഫ്റ്റ് സമയത്ത്, അതായത് മാറുന്ന സമയത്ത് എത്ര ദിവസങ്ങളുണ്ടാവും? അതൊരു 3 ദിവസം. 3 ദിവസം കൊണ്ട് ഇവിടുന്ന് പൊളിച്ച് അവിടെ കൊണ്ട് സെറ്റ് ചെയ്തു. അപ്പൊ അതുള്ള സ്റ്റാഫുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം ആർട്ടിസ്റ്റ് എല്ലാം ഫ്രീ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് സിനിമ കാണുക. അന്ന് അതാ മെയിൻ പരിപാടി, സിനിമ കാണുക. പിന്നെ എവിടെയെങ്കിലും നല്ല അമ്പലമുണ്ട് അങ്ങോട്ട് പോവുക, പള്ളിയുണ്ട്, അവിടെ എന്താ അറിയപ്പെടുന്നത് അതെല്ലാം കറങ്ങി കാണുക എന്നുള്ളത്. ആഗ്രഹ പോവാന്ന് താജ്മഹലിൽ പോവുക എന്ന് പറഞ്ഞ പോലെ എല്ലാം തിരക്കി പിടിച്ച് പോവുക, കറങ്ങാൻ നല്ല പറ്റിയത് ചാൻസസ് ആണ്. ഷിഫ്റ്റ് ചെയ്യുന്ന ജോലിക്കാരുണ്ടല്ലോ, മെക്കാനിക്കുമാരെന്ന് വേണേൽ പറയാം. ഇതിന്റെ കൂറ്റൻ പൈപ്പുകൾ, തൂണുകൾ, ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്യണം. ഇതൊക്കെ ക്രെയിൻ കൊണ്ടൊക്കെയാണോ ഇത് പൊക്കിയൊക്കെ വെച്ചോണ്ടിരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് ക്രെയിൻ കൊണ്ടല്ല ചെയ്യുന്നത്, നമ്മുടെ ഈ ആൾക്കാരുടെ ബലത്തിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ട്രാക്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അല്ല, അക്കാലത്ത് ലേബേഴ്സ് ഉണ്ട്. എത്രയോ പൈപ്പുകൾ ഇതിന്റെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ടാണ് ഇത്രയും, അല്ലെ? 60 അടിയാണ് അതിന്റെ നീളം. 60 അടി നീളമുള്ളതിൽ എനിക്ക് തോന്നുന്നു 4 പീസ് അല്ലേ? 4 പീസ്. ഈ ഒരു പീസ് തന്നെ ഒരു ടണ്ണിനടുത്ത് വെയിറ്റ് ഉണ്ടാവില്ല. ഇല്ല. അകം പൊള്ളയാ. പിന്നെ ഈ 4 തൂണ് നിൽക്കുന്ന ഈ ബാലൻസ് ഇല്ല. കുഴിച്ചിടുവല്ല, ഈ ഇങ്ങനെ 4 വടം എന്ന് പറഞ്ഞാൽ റോപ്പ്, കപ്പലിന്റെ ഉപയോഗിക്കുന്ന കമ്പിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ബാലൻസിലാണ് നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്ക് തൂണ് വരുന്നു, പിന്നെ ഇതിന്റെ സൈഡിലത്തെ സപ്പോർട്ട് കയറുകൾ വരുന്നു. ഈ 2 അറ്റങ്ങളിൽ കുറ്റിയൽ വലിച്ചു കെട്ടിയിട്ടാണ് ഇതിന്റെ ബലം. അതെ. ഇവിടെ അതിന്റെ ബലം നടുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെ പൊക്കി നിർത്തുന്നു മാത്രമേ ഉള്ളൂ. അല്ല, ഇതൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന ജോലി, അഴിച്ചെടുക്കുക, എന്നിട്ട് ലോറിയെ കയറ്റുക, ഇത് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിക്കുക, ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റാഫിന് എന്താ പിന്നെ ജോലി? ഈ സ്റ്റാഫിന് പിന്നെ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ടേബിൾ ഇടുക, ഓരോ സാധനത്തിന്റെ ഐറ്റംസിന്റെ സാധനങ്ങൾ അവിടെ എത്തിക്കുക, റിങ്ങിലെത്തിക്കുക, റിങ്ങിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുക, അത്രേ ഉള്ളൂ പരിപാടി. ഈ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കൽ അവരുടെ ജോലിയാണ്. അത് വേറെ, അത് ഡിപ്പാർട്ട്മെന്റ് വേറെ, അതിന് വശമുള്ള വേറെ ആൾക്കാരുണ്ട്. അല്ല, ഈ മൃഗങ്ങൾക്ക് തീറ്റ കൊണ്ടുവന്ന് കൊടുക്കുക, അത് മേടിച്ചോണ്ട് വരിക, ഇതൊക്കെ ഇവര് അതിനൊരു വേറെ ഒരു ഇൻചാർജ് ഉണ്ട്. ബീഫ് വേണമല്ലോ ഇതിന്, നമുക്ക് മൃഗങ്ങൾക്കൊക്കെ, അതെ അല്ല അതിനെല്ലാം അതിന് വേറെ ആളുണ്ട്. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തൂക്കിയിട്ട് ഒരു സിംഹത്തിന് 4 കിലോ, അങ്ങനെയാണ് അതിന്റെ കണക്ക് വെച്ച് ഒരു ദിവസം 4 കിലോ സിംഹത്തിനുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൊടുക്കില്ല. പിറ്റേ ദിവസം പിന്നെ കുടിക്കാൻ പാല്, വെള്ളം, അങ്ങനെ ഒരു, പിന്നെ അത് കഴിഞ്ഞ് ഒന്നര വിട്ടാണ് കൊടുക്കുന്നത്. ഈ ന്യൂ ഗ്രാൻഡ് സർക്കസിൽ എത്ര സിംഹം ഉണ്ടായിരുന്നു അന്നേരം? ഒരു 13 സിംഹം ഉണ്ട്. അത്രയൊക്കെ ഉണ്ടായിരുന്നല്ലേ? അത്രയുണ്ട്. പുലി ഒരു 8 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ശരിക്കും പറഞ്ഞ ഒരു മൃഗശാല തന്നെയായിരുന്നു അല്ലേ? അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ വരുന്ന ഇത് മൃഗങ്ങളുള്ളതുകൊണ്ട് തന്നെ. ഈ മൃഗം ഇല്ലാതായതോടുകൂടിയാണോ സർക്കസിന്റെ ഒരു അധോഗതി തുടങ്ങിയത്? സർക്കസിന്റെ നട്ടല് പോയെന്ന് വേണേൽ പറയാം. പക്ഷെ ലോകത്ത് മറ്റു പല രാജ്യങ്ങളിലും മൃഗങ്ങൾ ഉണ്ട് താനും. റഷ്യൻ സർക്കസിലൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ ഇന്തോനേഷ്യയിൽ ഒരു 6 വർഷം വർക്ക് ചെയ്തു. അവിടെ മൃഗങ്ങളുണ്ട്. മൃഗങ്ങൾക്ക് വേണ്ടി തന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടോ? ഉണ്ടല്ലേ? മൃഗ ഡോക്ടറൊക്കെ ഉണ്ടാക്കൂടെ? മൃഗ ഡോക്ടർ എന്തെങ്കിലും സീരിയസ് ആകുമ്പോൾ വിളിപ്പിക്കുക ചെയ്യുന്നത്. എല്ലായിടത്തും മൃഗ ഡോക്ടർ കാണത്തില്ല. പക്ഷേ ഇതിന്റെ ഭക്ഷണ രീതി, ഇതിനെ പരിചരിക്കേണ്ട എങ്ങനെയെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഇതിന്റെ ഉടമസ്ഥൻ എപ്പോഴും ഈ കൂടെ തന്നെ ഉണ്ടാവുമോ? ചില ആൾക്കാർ കാണും, ചിലർ പോയി വന്ന് നിൽക്കും, അവർക്ക് വേറെ ബിസിനസ്സും ഒക്കെ കാണും. അങ്ങനെ ഒരു ക്യാമ്പിലെ ഒരു പ്രധാനി ആരാ? എപ്പോഴും ഒരു മാനേജർ ആയിരിക്കുമോ?
ഒരു മാനേജറാണ് ക്യാമ്പിന്റെ എല്ലാ ചുമതല കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ഫ്രണ്ടേജ് പുള്ളി എല്ലാം കവർ ചെയ്യും. അതായത് ഗസ്റ്റ് വരുന്ന സ്ഥലങ്ങളിൽ ഗസ്റ്റ് വരുന്ന സ്ഥലത്ത് പോലീസ് ഇത് എല്ലാവരും അത് അവരുടെ ഡ്യൂട്ടി. പിന്നെ അകത്തെ പ്രോഗ്രാം ഒരു ഇൻചാർജ് വേറെ ഉണ്ട്, പ്രോഗ്രാം സൈഡിൽ കാര്യങ്ങൾ നോക്കുന്ന. പിന്നെ ഗേൾസിനെ നോക്കാൻ അതിന് വേറെ ആൾക്കാരുണ്ട്. അല്ലല്ല, അത് പുറത്തു പോയിട്ടല്ല ഇവർക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കണമല്ലോ ഫുഡിന്റെ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നിനും എല്ലാത്തിനും ഓരോരോ ഇൻചാർജ് ഉണ്ട്. ശരി. ഈ റൗട്ടികളിൽ ഏകദേശം എത്ര പേര് താമസിക്കും? ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര്. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, റൗട്ടികളിലായിട്ട് ഈ ക്യാമ്പിൽ ലോഡ്ജിൽ പോകാതെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ലേബേഴ്സിനെല്ലാം റൗട്ടി ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു റൗട്ടി എന്ന് പറഞ്ഞാൽ 4 പേർക്കൊക്കെ ഉള്ളതായിരിക്കും. അത് കൂടാതെ ഈ സാധനങ്ങൾ വെക്കുന്ന പ്രോഗ്രാം റൗട്ടികളുണ്ട്, സൈക്കിൾ വെക്കുന്നത്, ടേബിൾ വെക്കുന്നത്, അങ്ങനെ കുറേ ഉപകരണങ്ങൾ വെക്കുന്ന. അതേപോലെ നമുക്ക് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ മഴയായിരിക്കും, അപ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫ് ടെന്റ് ഇടണം. അപ്പോൾ ടെന്റിന്റെ റൗട്ടി വേറെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കിനും ഒരു 10-75 റൗട്ടിയോളം വരും കംപ്ലീറ്റ്. ഇലക്ട്രീഷ്യൻ്റെ ബോക്സ് വെക്കുന്നത് ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ലല്ലോ, എങ്ങനെ എന്നാലും ഒരു 10-12 പേര് എങ്കിലും ഉണ്ടാവും. ഈ ഒരു സ്ഥലത്ത് സർക്കസ് വേണമെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അത് റൂട്ട് ആദ്യമേ, ഒരു വർഷത്തെ റൂട്ട് ആദ്യമേ മാനേജരും എല്ലാം മുതലാളി ആദ്യം സെറ്റ് ചെയ്യും. അതായത് നേരത്തെ അനുഭവമൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ നാഗ്പൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനാണ് വരുന്നത്. അപ്പം ഓണത്തിനൊരു അത്രയും ദൂരം എന്തിനാണ് വരുന്നത്? അതിനിടയ്ക്കുള്ള സ്ഥലങ്ങളിൽ നിർത്തിക്കൂടെ? അപ്പോൾ അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം കളിച്ചിട്ടാണ് ഒറ്റയടിക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമ്മുടെ ഇവിടെ സീസൺ തുടങ്ങി, ഓണം മുതൽ. ശരി. ഓരോ സീസൺ നോക്കിയിട്ടാണ്, ഓരോ സംസ്ഥാനത്തെ സീസൺ ഏതാണെന്ന് നോക്കിയിട്ടാണ്. ഓണമൊക്കെ കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും കഴിഞ്ഞ് ക്രിസ്മസ് വരുമ്പോൾ അപ്പോഴത്തേക്കിന് എറണാകുളത്തെത്തി. അപ്പോൾ അവിടുത്തെ ഇത് അങ്ങനെ നോക്കി. അപ്പോൾ കേരളത്തിൽ മഴ പെയ്യുമ്പോഴത്തേക്കിന് തമിഴ്നാട്ടിലേക്ക് കിടക്കും. അപ്പോൾ അങ്ങനെ പിന്നെ തമിഴ്നാട്ടിലെ അമ്പലത്തിൻ്റെ ഉത്സവം, പിന്നെ നോർത്ത് ഇന്ത്യയിൽ പിന്നെ അറിയാലോ ദീപാവലി, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ നേരത്തെ ഒരാൾ പോയിട്ട് അവിടെ താമസിക്കാനുള്ള സൗകര്യവും അവിടുത്തെ ഗ്രൗണ്ട് അറേഞ്ച്മെന്റ്സും പെർമിഷൻ എടുക്കലും എല്ലാം നടത്തേണ്ടി വരില്ലേ? അതെല്ലാം ഈ മാനേജറാണോ? അതായത് ഈ മാനേജർ പോയിട്ട് ആദ്യം ഗ്രൗണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. എല്ലാം ശരിയായി കഴിഞ്ഞാൽ പിന്നെ അസിസ്റ്റന്റ് മാനേജറുണ്ട്. പുള്ളിയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നവർക്ക് സ്റ്റാഫിനുള്ള വീടും കാര്യവും, വെള്ളത്തിന്റെ അറേഞ്ച്മെന്റ്, ഫയർ പിന്നെ മറ്റേ ഹോസ്പിറ്റൽ പരമായിട്ടെല്ലാം അവർക്കെല്ലാം പാസ് കൊടുത്തല്ല. കാരണം എപ്പോഴും ആക്സിഡന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരുമായിട്ടെല്ലാം എപ്പോഴും നല്ല ബന്ധങ്ങളായിരിക്കും. അങ്ങനെ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴെങ്കിലും ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ആദ്യത്തെ കമ്പനി പ്രവർത്തിക്കുമ്പോൾ തന്നെ ആക്സിഡന്റ്സ് ഉണ്ടായിട്ടുണ്ട്? ഞാൻ വീണിട്ട് എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. അത് ഏത് സമയത്താ? അത് ആദ്യകാലത്താണോ? ആദ്യകാലത്ത് തുടക്കത്തില് വീണ് വലയെന്ന് പിന്നെ താഴോട്ട് വീണപ്പോഴാണ് കൈ ഒടിഞ്ഞത്. പിന്നെ കളിക്കാൻ പറ്റില്ലല്ലോ കുറെ നാളത്തേക്ക്? പിന്നെ ഒരു 6-7 മാസം പിന്നെ ശരിയാക്കി, പിന്നെ പെതുക്കെ പിന്നെ എല്ലാം റെഡി. അപ്പൊ ഈ വീണ് കൈ ഒടിഞ്ഞിരിക്കുന്ന സമയത്ത്, നമുക്ക് കളിക്കാൻ പറ്റാത്ത സമയത്ത് ശമ്പളം കിട്ടുമോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്നേരം കമ്പനി ബോയ്സ് ആണ്, ഓൾറെഡി എനിക്ക് സാലറി ഒന്നും തരുന്നില്ല. അപ്പൊ ഫുഡും കാര്യമെല്ലാം. അപ്പൊ ഈ കമ്പനിക്ക് ശരിക്കും പരിശീലിപ്പിച്ച ഒരാള് ശമ്പളം ഇല്ലാത്തതിന്റെ പേരിൽ വിട്ടു പോകുന്നതിനേക്കാൾ നല്ല എന്തെങ്കിലും ശമ്പളം കൊടുത്ത് അവിടെ നിലനിർത്തുന്നല്ലേ? പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരും. പക്ഷെ നമ്മൾ പൈസ കൊണ്ട് മോശമാകണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ തരുന്നില്ല. പക്ഷെ അമ്മയുടേക്ക് അയച്ചു കൊടുക്കും, അവർ കൊടുക്കും. അപ്പം ആദ്യത്തെ ഒരു 1.5 വർഷം കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പുതിയ കമ്പനിയിലേക്ക് പോകുന്നത്. അത് ഏത് കമ്പനിയായിരുന്നു? അവിടുന്ന് പോയത് വീനസ് സർക്കസ്. അതെവിടെ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്? അത് നമ്മുടെ കായംകുളം. കേരളത്തിൽ വെച്ചിട്ട് തന്നെ? കേരളത്തിൽ കളിക്കുമ്പോഴാണ്. ഇതിനിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നോ? അപ്പോൾ ഇടയ്ക്ക് സൺഡേ ഒക്കെ പ്രാക്ടീസ് ഇല്ലാത്ത സമയത്ത് ഒന്ന് വന്നു പോകും. അപ്പോഴാണോ ഈ 3 വർഷം കൂടി വീട്ടിൽ വരുന്നത്? പിന്നെ അങ്ങ് നോർത്ത് ഇന്ത്യയിലൊക്കെ അന്ന് വലിയ പാടാ വരാൻ. അപ്പോൾ ഈ വീനസ് സർക്കസിൽ ചെല്ലുമ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എത്രയായിരുന്നു ശമ്പളം അവിടെ? അന്നേരം 600 മാസം. അതേത് വർഷമാണ്? അത് 77 പോയിട്ട് ഒരു 80 ആയിട്ട്. അവിടെ പക്ഷേ 1.5 വർഷമേ നിന്നുള്ളൂ. അവിടെ ഈ ശമ്പളത്തിന് പുറമെ നമുക്ക് ഭക്ഷണവും താമസവും ഫ്രീ ആയിട്ട് കിട്ടും. ഈ ശമ്പളം എന്ന് പറയുന്ന 600 ആകുമ്പോൾ അതിൻ്റെ കൂടെ സ്റ്റൈഫൻഡായിട്ട് മാറ്റിനി എന്ന് പറയും. 2 ഷോയാണ് നമ്മുടെ അഗ്രിമെന്റിൽ വരുന്നത്. അപ്പം നമ്മൾ 3 ഷോയാണ് കഴിക്കുന്നത്, 147. അപ്പോൾ സാലറിയുടെ പാതി കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് 600 ആണെങ്കിൽ ഒരു 300 രൂപയുടെ അഡീഷണൽ കിട്ടും. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ എല്ലാ കമ്പനിയുടെ താമസവും അവർ താമസവും എല്ലാം. പക്ഷെ അന്നത്തെ ഒരു 80 നില വെച്ചിട്ട് ഈ 1000 രൂപയോളം കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം മോശമല്ലാത്ത ശമ്പളമല്ലേ? അതായത് അന്ന് എൻ്റെ ചെറുപ്പത്തിൽ മിക്ക ആൾക്കാരും സർക്കസിൽ പോകാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിലെല്ലാം
വല്ലപ്പോഴേ ജോലിയുണ്ട്. അതായത് ഒരു മേസ്ത്രി ആയാലും ആശാരി ആയാലും. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്ഥിരം ജോലിയുണ്ട്. ശകലം സാലറി കുറവാണെങ്കിൽ പോലും പെൺപിള്ളേരും സേഫാണ്, എല്ലാവർക്കും ജോലി ഉണ്ട് അവിടെ. കാർപ്പൻ്റർ ഉണ്ട്, പെയിന്റർ ഉണ്ട്, ഇലക്ട്രീഷ്യൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആ കാലത്ത് കേരളത്തിൽ നിന്ന് ഒത്തിരി ആളുകൾ സർക്കസിലുണ്ടായിരുന്നു, ഇഷ്ടം പോലെ. തലശ്ശേരിയിൽ നിന്നാണ് മെയിനായിട്ട്, ഇഷ്ടം പോലെ എല്ലാ വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടികൾ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളുടെ ഭാഗത്തോട്ടൊക്കെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഭാരത് സർക്കസ് എന്ന് പറഞ്ഞൊരു സർക്കസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ, അതായത് ചെങ്ങന്നൂർ, മാവേലിക്കര, പുനലൂര്, ഇവിടുത്തെ കുറേ കുട്ടികളൊക്കെ പോയി തുടങ്ങിയത്. നിങ്ങളുടെ ഈ തമ്പില് സിനിമകൾ വല്ലതും ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കമലഹാസന്റെ അപൂർവ സഹോദരങ്ങൾ, അതിനകത്ത് കുള്ളനായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു പുലി ഇങ്ങനെ പുറത്തു വരുന്നതാണ്. അപ്പോൾ ഈ സർക്കസിലുള്ള കുള്ളന് മാത്രമേ അറിയത്തുള്ളൂ ഇതിനെ മയക്കാനും. അത് പുള്ളി ആ കുഴിക്കകത്ത് നിൽപ്പുണ്ട്, പുലിയെ അഴിച്ചു വിട്ടേക്കുവാ. അപ്പൊ ഈ ഷൂ, ഈ സ്മെല്ലുള്ള സാധനം എപ്പോഴും ഇത് പിടിക്കും, വാച്ച് ചെയ്യും. അപ്പൊ കമലഹാസൻ ഇങ്ങനെ നിൽക്കുമ്പോ ഷൂ എന്ത് ചെയ്തിട്ട് അത് മാറുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പുലി അങ്ങ് നിൽക്കുക. പക്ഷെ കമലഹാസൻ ഓടാനും പറ്റത്തില്ല. നമുക്ക് തന്നെ അപകടങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. മറ്റ് വേറെ വലിയ അപകടങ്ങൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ടാവും ഈ സർക്കസിൽ? ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഹരിദാസ് എന്നാണ് പേര്, ട്രിപ്പീസ് കളിക്കുന്ന ആൾ തന്നെ. ട്രിപ്പീസും ഉണ്ട്, ബാലൻസിങ് ട്രിപ്പീസ് എന്നും പറഞ്ഞു. പുള്ളി സേഫ്റ്റി മെക്കാനിക് ഇടത്തില്ല, വീണ് കഴിഞ്ഞാൽ നിലത്തോട്ടേ വീഴത്തു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ സേഫ്റ്റി ഇതെല്ലാം ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഞാൻ അതിൻ്റെ സേഫ്റ്റിയുടെ ഇത് ഉണ്ടാക്കി ഞാനാ കൊടുത്തത്. പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഫോൺ കോൾ അന്ന് പറഞ്ഞു ഹരിയേട്ടൻ വീണു എന്ന് പറഞ്ഞു. ഇപ്പോൾ വീണപ്പോൾ ഈ സേഫ്റ്റി ഉണ്ട്, പക്ഷെ ഇത് പൊട്ടിപ്പോയി, സ്പൈനൽ കോഡിനൊക്കെ തട്ടി. 3 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി മരിച്ചുപോയി. ഈ മൃഗങ്ങൾ ആക്രമിക്കുക എന്നുള്ളതൊരു സ്ഥിരം സംഭവമാണ് ഈ സർക്കസിൽ? വല്ലപ്പോഴും ഒക്കെ അത്, കാരണം ഇതിന്റെ മൂഡ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ബഹളം ഓഡിയൻസിന്റെ. റിംഗ് മാഷിനെ പിടിച്ചു, ഇയാളെ പിടിച്ചു. അപ്പോഴത്തേക്കിന് വേറൊരു സംഘം ചാടി, ഇതിന്റെ അങ്ങോട്ട് ചാടിയപ്പോഴത്തേക്കിന് ഇത് തുറന്നുപോയി. പക്ഷെ ഇതൊക്കെ ആയിട്ടും ഈ റിംഗ് മാഷ് അനങ്ങുന്നില്ല. അപ്പൊ ഞാൻ വെച്ചു ഇവൻ എന്നാ പിന്നെ വടിയെടുത്തുന്ന അതിനെ അവൻ അവിടെ നിൽക്കുകയാണ്, ഈ വടി കുത്തി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ കറങ്ങി വീഴുന്നു. സ്യൂട്ടർ ഒരു 3 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം മാറ്റിയപ്പോഴാണ് സിംഹം നല്ല ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഒരു 3 ഇഞ്ച് വെച്ചിട്ട് കിഴിഞ്ഞിട്ടുണ്ട് പുറത്തും ഇവിടെ നെഞ്ചത്തും. ഇവിടുന്ന് ഇങ്ങനെ ഇതടിക്കുന്നുണ്ട്, ബ്ലഡും ഇതെല്ലാം ആയിട്ട്.